ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബയോളജിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹോർമോണുകൾ. അപ്പൊ അതിനു മുന്നേ ആരെങ്കിലും പുതിയതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഹോർമോണുകൾ അതുപോലെ തന്നെ ഗ്രന്ഥികൾ, ഹോർമോണുകളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോ ആദ്യമേ പറയാനുള്ളത് ഹോർമോണുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചിട്ടൊക്കെയുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് എൻഡോക്രൈനോളജി. പഠനം എന്താണ് അറിയപ്പെടുന്നത്? എൻഡോക്രൈനോളജി എന്നാണ് അറിയപ്പെടുന്നത്. അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചിട്ടും ഹോർമോണിനെ കുറിച്ചിട്ടും അവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ശാഖയാണ് എന്ത്? അതിന് പറയുന്ന പേരാണ് എൻഡോക്രൈനോളജി. ഇനി എൻഡോക്രൈനോളജിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാല് ടി അഡിസൺ ആണ്. എൻഡോക്രൈനോളജിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ടി അഡിസൺ ആണ്. ഇനി ആദ്യമായിട്ട് കണ്ടെത്തിയ ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാല് സെക്രീറ്റിൻ ആണ്. ആദ്യമായി കണ്ടെത്തിയ ഹോർമോൺ ഏതാണ്? സെക്രീറ്റിൻ ആണ്. അതുപോലെ അടുത്തൊരു പോയിന്റ്, നാളീരാഹികൾ. അന്തസ്രാവി ഗ്രന്ഥികൾ അറിയപ്പെടുന്ന പേരാണ് നാളീരാഹികൾ. അന്തസ്രാവി ഗ്രന്ഥികൾ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാല് എന്താണ്? അന്തസ്രാവി ഗ്രന്ഥികൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നാളീരാഹികൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ രാസസന്ദേശകർ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഹോർമോണുകളാണ്. രാസസന്ദേശകർ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഹോർമോണുകൾ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹോർമോണിനെ കുറിച്ചിട്ടും അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചിട്ടും ഒക്കെയുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജിയുടെ പിതാവ് ടി അഡിസൺ ആണ്. അതുപോലെ ആദ്യമായി കണ്ടെത്തിയ ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്രീറ്റിൻ. അതുപോലെ തന്നെ നാളീരാഹികൾ, അന്തസ്രാവി ഗ്രന്ഥികൾ അറിയപ്പെടുന്ന പേരാണ് നാളീരാഹികൾ. അതുപോലെ തന്നെ ഹോർമോണുകൾ അറിയപ്പെടുന്ന പേരാണ് രാസസന്ദേശകർ എന്ന് പറയുന്നത്. ഇനി നമ്മള് ഓരോ ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ അത് എന്തിനാണ് സഹായിക്കുന്നത്, അവയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ ഗ്രന്ഥി ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ ഗ്രന്ഥി ഏതാണ്? പീയൂഷ ഗ്രന്ഥി. പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺ ആണ്. ഒന്ന് സൊമാറ്റോട്രോപ്പിൻ, രണ്ടാമത്തേത് പ്രൊലാക്റ്റിൻ അല്ലെങ്കിൽ LTH, ലൂട്ടിനോയിഡ് ട്രോപ്പിക് ഹോർമോൺ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ലൂട്ടിനോയിഡ് ട്രോപ്പിക് ഹോർമോൺ. അപ്പോ പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ്, പ്രധാനപ്പെട്ട ഹോർമോണുകളാണ്. ഏതൊക്കെയാണ്? സൊമാറ്റോട്രോപ്പിൻ അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ. ഇനി ഇത് എന്തിനാണ് സഹായിക്കുന്നത് എന്ന് ചോദിച്ചാല് സൊമാറ്റോട്രോപ്പിൻ വളർച്ചാ ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ് എന്ത്? സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത്. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ. അപ്പൊ ഇതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാല് സൊമാറ്റോട്രോപ്പിൻ ആണ്. അതുപോലെ പ്രൊലാക്റ്റിൻ എന്താണ്? ലാക്റ്റിൻ എന്നുള്ള വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്ത്? പാലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതില് ഏതാണ്? മുലപ്പാൽ ഉൽപാദനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് എന്ത്? പ്രൊലാക്റ്റിൻ. അപ്പൊ മുലപ്പാൽ ഉൽപാദനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രൊലാക്റ്റിൻ ആണ്. അതുപോലെ തന്നെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ ആണ്. പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടെണ്ണം ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ. ഇനി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പീയൂഷ ഗ്രന്ഥിയാണ്. ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാല് പീയൂഷ ഗ്രന്ഥിയാണ്. അപ്പൊ പീയൂഷ ഗ്രന്ഥിയാണ് ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി. അത് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിനും പ്രൊലാക്റ്റിനും. സൊമാറ്റോട്രോപ്പിൻ വളർച്ചയ്ക്ക് സഹായിക്കുന്നു, പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ഇനി ഇവയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നമുക്ക് നോക്കാം. സൊമാറ്റോട്രോപ്പിൻ കുറയുന്ന സമയത്ത് ഉണ്ടാകുന്ന രോഗമാണ് ഡ്വാർഫിസം എന്ന് പറയുന്നത്. സൊമാറ്റോട്രോപ്പിൻ കുറയുന്ന സമയത്ത് ഉണ്ടാവുന്ന രോഗമാണ് എന്ത്? ഡ്വാർഫിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൊമാറ്റോട്രോപ്പിൻ കൂടുന്ന സമയത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ്. കൂടുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് എന്ത്?
ഭീമാകാരത്വം. കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈന്റിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് അക്രോമെഗാലി. എന്താണ്? അക്രോമെഗാലി. ഇതാണ് മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം. സൊമാറ്റോട്രോപി കുറയുന്ന സമയത്ത് ഉണ്ടാകുന്ന രോഗമാണ് ഡ്വാർഫിസം അല്ലെങ്കിൽ വാമനത്വം എന്ന് പറയും. മലയാളത്തിൽ എന്താ പറയാ? വാമനത്വം. ഡ്വാർഫിസം അഥവാ വാമനത്വം എന്ന് പറയുന്നത് സൊമാറ്റോട്രോപിൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ്. അതുപോലെ തന്നെ കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന രോഗമാണ്, കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈന്റിസം. അതുപോലെ തന്നെ അക്രോമെഗാലി, മുതിർന്നവരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്ത്? അക്രോമെഗാലി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് എല്ലാവരും ഓർത്തു വെക്കാം. പീയൂഷ ഗ്രന്ഥി, ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ പീയൂഷ ഗ്രന്ഥി തന്നെയാണ്. അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ അത് എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്, അതുപോലെ തന്നെ അവയുടെ അപര്യാപ്തത, രോഗം, ഇതെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ഹൈപ്പോതലാമസ് ഗ്രന്ഥിയാണ്. ഹൈപ്പോതലാമസ് ഗ്രന്ഥിയാണ്. അത് നമ്മുടെ ശരീരത്തിലെ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ്. എന്ത്? ഹൈപ്പോതലാമസ് ഗ്രന്ഥി എന്ന് പറയുന്നത് ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ്. ഇനി ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺ ആണ്. ഏതൊക്കെയാണ്? ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ഓക്സിറ്റോസിനും വാസോപ്രസിനും. വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ. ഇനി ഓക്സിറ്റോസിൻ എന്തിനാണ് സഹായിക്കുന്നത്? ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിന് സഹായിക്കുന്നു. ഓക്സിറ്റോസിൻ എന്തിനാണ് സഹായം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിറ്റോസിൻ. ഇനി വാസോപ്രസിൻ എന്താണ്? ജലത്തിന്റെ അളവ്, ശരീരത്തിൽ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്നതാണ് എന്ത്? വാസോപ്രസിൻ എന്ന് പറയുന്നത്. ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് ആരാണ്? വാസോപ്രസിൻ ആണ്. അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ രോഗം എന്താണെന്ന് ചോദിച്ചാല് ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. വാസോപ്രസിൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. വാസോപ്രസിന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. വാസോപ്രസിൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും പോയിന്റ്സ് ആണ് ഓർത്ത് വെക്കാനുള്ളത്. എന്തൊക്കെയാണ്? ഹൈപ്പോതലാമസ് ഗ്രന്ഥി അതൊരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ഓക്സിറ്റോസിൻ, അതുപോലെ തന്നെ വാസോപ്രസിൻ. ഓക്സിറ്റോസിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. അതുപോലെ തന്നെ ജലത്തിന്റെ അളവ്, ശരീരത്തിൽ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത് ഏത് ഹോർമോൺ ആണെന്ന് ചോദിച്ചാൽ വാസോപ്രസിൻ ആണ്. ഈ വാസോപ്രസിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഉപാപചയ പ്രക്രിയകൾ, ശരീരത്തിലുള്ള ഉപാപചയ പ്രക്രിയകളെ ക്രമീകരിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. പിന്നെ ആദാമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? തൈറോയിഡ് ഗ്രന്ഥി തന്നെയാണ്. ഇനി തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കിയാല് തൈറോക്സിൻ, അതുപോലെ തന്നെ കാൽസിട്ടോണിൻ, ഈ രണ്ട് ഹോർമോൺസ് ആണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? തൈറോക്സിൻ, അതുപോലെ തന്നെ കാൽസിട്ടോണിൻ. ഇനി ഇത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനെ ക്രമീകരിക്കുന്നതിനാണ്. അതായത് കൂടുതൽ ശരീരത്തിലുള്ള അധികമുള്ള കാൽഷ്യത്തിന്റെ അളവിനെ കുറച്ച് അതിന്റെ ലെവൽ ക്രമീകരിക്കുന്നതിനെയാണ് എന്തിനാണ് സഹായിക്കുന്നത്? ഹോർമോണുകൾ എന്തിനാണ് സഹായിക്കുന്നത്? ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനെ കുറച്ച് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത്. ഇനി ഇവ മൂലമുണ്ടാകുന്ന രോഗം എന്ന് പറയുമ്പോൾ തൈറോക്സിന്റെ അളവ് കുറയുന്നത് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? ക്രിട്ടിനിസം. കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രിട്ടിനിസം എന്ന് പറയുന്നത്. തൈറോക്സിന്റെ അളവ് കുറയുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രിട്ടിനിസം. അതുപോലെ തന്നെ മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സെഡിമ. തൈറോക്സിന്റെ അളവ് കുറയുമ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന കാന്ന് ഓർത്തേക്കുക. കുട്ടികളിൽ ക്രിട്ടിനിസം, മുതിർന്നവരിൽ മിക്സെഡിമ. അങ്ങനെ ഓർത്തേക്കുക. കുട്ടികളിൽ ക്രിട്ടിനിസം, അതുപോലെ തന്നെ മുതിർന്നവരിൽ ഉണ്ടാവുന്ന രോഗമാണ് എന്ത്? മിക്സെഡിമ എന്ന് പറയുന്നത്. തൈറോക്സിന്റെ അളവ് കുറയുമ്പോൾ. ഇനി തൈറോക്സിന്റെ അളവ് കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത്? എക്സോതാൽമിക് ഗോയിറ്റർ ആണ്. എന്താണ് കൂടുമ്പോഴുണ്ടാവുന്ന അസുഖം? എക്സോതാൽമിക് ഗോയിറ്റർ എന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ്? തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺ ഏതൊക്കെയാണ്? തൈറോക്സിൻ, അതുപോലെ തന്നെ കാൽസിട്ടോണിൻ. അതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ശരീരത്തിൽ അധികമുള്ള കാൽഷ്യത്തിന്റെ അളവ് കുറച്ച് അത് ക്രമീകരിക്കുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. രോഗങ്ങൾ ഏതൊക്കെയാണ്? തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാവുന്ന രോഗമാണ് ക്രിട്ടിനിസം, അതുപോലെ മുതിർന്നവരിൽ ഉണ്ടാവുന്ന രോഗമാണ് മിക്സെഡിമ, അതുപോലെ കൂടുമ്പോൾ ഉണ്ടാവുന്നതാണ്
എക്സോതാൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അടുത്ത ഗ്രന്ഥിയാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി. എന്താണ് പാരാതൈറോയിഡ് ഗ്രന്ഥി? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് പാരാതെർമോൺ. ആ പേരിൽ നിന്ന് തന്നെയുണ്ട്. പാരാതൈറോയിഡ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാരാതെർമോൺ. ഇനി ഇത് ഹെൽപ്പ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ പഠിച്ചു. തൈറോയിഡ് ഗ്രന്ഥി എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ശരീരത്തിൽ അധികമുള്ള കാൽഷ്യത്തിന്റെ അളവിനെ കുറച്ചിട്ട് ക്രമീകരിക്കാനാണെന്ന് പറഞ്ഞു. ഇത് നേരെ ഓപ്പോസിറ്റ്, പാരാതൈറോയിഡ് ആണല്ലോ. അപ്പൊ എന്താണ്? കാൽഷ്യം കുറവ്, ശരീരത്തിൽ കാൽഷ്യം കുറവുണ്ടെങ്കിൽ അതിനെ അധികമാക്കി ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? പാരാതെർമോൺ ഹോർമോണ് ഹെൽപ്പ് ചെയ്യുന്നത്. നേരത്തെ തൈറോയിഡ് എന്തായിരുന്നു പറഞ്ഞത്? ശരീരത്തിൽ അധികമുള്ള കാൽഷ്യത്തിനെ ക്രമീകരിച്ച് കുറവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. എന്താ? കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ അതിനെ കൂടുതലാക്കി ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് പാരാതെർമോൺ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗമാണ് എന്ത്? ടെറ്റനി. പാരാതെർമോണിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. പാരാതൈറോയിഡ് ഗ്രന്ഥി അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പാരാതെർമോൺ. അതെന്തിനെ സഹായിക്കുന്നത്? ശരീരത്തിൽ കുറവുള്ള കാൽഷ്യത്തിനെ അധികമാക്കി ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? ടെറ്റനി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പാൻക്രിയാസ് ഗ്രന്ഥി. പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയും. അതില് കുറെ കോശ സമൂഹങ്ങളുണ്ട്. പാൻക്രിയാസ് ഗ്രന്ഥിയിലുള്ള കോശ സമൂഹങ്ങളെ പറയുന്ന പേരാണ് എന്ത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. പാൻക്രിയാസ് ഗ്രന്ഥിയിലുള്ള കോശ സമൂഹങ്ങളെ പറയുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ പാൻക്രിയാസ് ഗ്രന്ഥി എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എൻസൈംസും ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. അടുത്ത പോയിന്റ്, പാൻക്രിയാസിലുള്ള എന്താണ് കോശ സമൂഹങ്ങളാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽഫ കോശങ്ങളും ഉണ്ട്, ബീറ്റ കോശങ്ങളും ഉണ്ട്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ എന്തുണ്ട്? ആൽഫ കോശങ്ങളും ഉണ്ട്, ബീറ്റ കോശങ്ങളും ഉണ്ട്. അതിലെ ആൽഫ കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് എന്ത്? ഗ്ലൂക്കഗോൺ ഹോർമോൺ. അതുപോലെ തന്നെ ബീറ്റ കോശം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻസുലിൻ. അപ്പൊ ആൽഫ കോശം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഗ്ലൂക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ശരീരത്തിലുള്ള ഗ്ലൂക്കോജനെ എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയാണ് ഈ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ആ പേരിൽ തന്നെയുണ്ട്. ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നതാണ് ഗ്ലൂക്കോജനെ ഗ്ലൂക്കോസ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. ഇനി ബീറ്റ കോശം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോജനാക്കി മാറ്റുന്നു. നേരെ ഓപ്പോസിറ്റ്, ഗ്ലൂക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോൺ ആണ്. അതുപോലെ തന്നെ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോജനാക്കി മാറ്റുന്നത് ആരാണ്? ഇൻസുലിൻ ആണ്. ബീറ്റ കോശങ്ങളാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇൻസുലിൻ. ഇനി ഇവയുടെ അപര്യാപ്തത രോഗമാണ്. എല്ലാവർക്കും അറിയാം, ഗ്ലൂക്കോസ് ഇൻസുലിൻ ഒക്കെ കേൾക്കുമ്പോൾ എന്താണ്? പ്രമേഹമാണ് ഇവയുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? പാൻക്രിയാസ് ഗ്രന്ഥി എന്ന് പറഞ്ഞു. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കോശ സമൂഹങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. പാൻക്രിയാസ് ഗ്രന്ഥി എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എൻസൈംസും അതുപോലെ തന്നെ ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ള ആണ് എന്ത്? ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. അതിൽ ആൽഫ കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂക്കഗോൺ. അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഗ്ലൂക്കോജിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻസുലിൻ എന്ന് പറയുന്നത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോജനാക്കി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതിന്റെ അപര്യാപ്തത രോഗമാണ് എന്ത്? പ്രമേഹം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്, ഒന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് അഡ്രീനൽ ഗ്രന്ഥി. അഡ്രീനൽ ഗ്രന്ഥി എന്തിനാ സഹായിക്കുന്നതെന്ന് വെച്ചാല് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ഗ്രന്ഥിയാണ് ഇത് അഡ്രീനൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. ഈ അഡ്രീനൽ ഗ്രന്ഥിയിൽ വരുന്ന രണ്ട് ടൈപ്പാണ് അഡ്രീനൽ കോർട്ടെക്സ്, അതുപോലെ തന്നെ അഡ്രീനൽ മെഡുല എന്ന് പറയുന്നത്. അഡ്രീനൽ കോർട്ടെക്സ്, അഡ്രീനൽ മെഡുലയാണ് രണ്ട് ടൈപ്പ്. അതിൽ അഡ്രീനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് കോർട്ടിസോളും അതുപോലെ തന്നെ ആൽഡോസ്റ്റിറോണും. കോർട്ടിസോളും ആൽഡോസ്റ്റിറോണും അഡ്രീനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഇനി അത് എന്തിനാണ് സഹായിക്കുന്നതെന്ന് നോക്കാം. കോർട്ടിസോള് വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ് എന്ത്? കോർട്ടിസോൾ. കോർട്ടിസോൾ എന്തിനാണ് സഹായിക്കുന്നത്? വീക്കം, അലർജി എന്നിവ കുറയ്ക്കാനായിട്ട്, എന്നിവ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്ന ഹോർമോണാണ് എന്ത്? കോർട്ടിസോൾ. അതുപോലെ തന്നെ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് സോഡിയം, ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് ആരാണ്? ആൽഡോസ്റ്റിറോൺ ആണ്. ശരീരത്തിലുള്ള സോഡിയത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് ആൽഡോസ്റ്റിറോൺ ആണ്. അതുപോലെ തന്നെ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കുന്നത് ആരാണ്? കോർട്ടിസോൾ. വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കുന്നത് കോർട്ടിസോൾ ആണ്. അതുപോലെ അഡ്രീനൽ മെഡുല. അഡ്രീനൽ മെഡുല പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോണാണ് അഡ്രിനാലിൻ അതുപോലെ തന്നെ നോർ അഡ്രിനാലിൻ. അഡ്രീനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു?
കോർട്ടിസോളും അതുപോലെ തന്നെ ആൽഡോസ്റ്റിറോണും ആണെന്ന് പറഞ്ഞു. അഡ്രീനൽ മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രിനാലിനും നോർ അഡ്രിനാലിനുമാണ്. ഇനി ഈ അഡ്രിനാലിൻ എന്തിനാണ് സഹായിക്കുന്നതെന്ന് വെച്ചാൽ, സഹായിക്കുകയല്ല, ഭയപ്പെടുമ്പോൾ, നമ്മൾ ഒരാൾ ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എന്ത്, അഡ്രിനാലിൻ. ഒരാൾക്ക് ഭയം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് എന്ത്, അഡ്രിനാലിൻ എന്ന് പറയുന്നത്. നോർ അഡ്രിനാലിൻ എന്ന് പറഞ്ഞാല് സർജിക്കൽ ഹോർമോൺ എന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു സർജറി നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് മറ്റു ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനൊക്കെ ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എന്ത്, നോർ അഡ്രിനാലിൻ. അതുകൊണ്ടാണ് അതിനെ സർജിക്കൽ ഹോർമോൺ എന്ന് പറയുന്നത്. സർജറിക്കൊക്കെ ശേഷം നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഹോർമോൺ ആയതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്, സർജിക്കൽ ഹോർമോൺ എന്ന് പറയുന്നത്. നോർ അഡ്രിനാലിൻ ആണ് എന്ത്, സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, നോർ അഡ്രിനാലിൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഭയപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, അഡ്രിനാലിൻ ആണ്. അതുപോലെ തന്നെ സോഡിയത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ആൽഡോസ്റ്റിറോൺ. അതുപോലെ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കുന്ന ഹോർമോൺ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്, കോർട്ടിസോൾ ആണ്. അപ്പൊ എക്സാമിന് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക, എന്ത്, സർജിക്കൽ, താഴെ തന്നിരിക്കുന്നവയിൽ സർജിക്കൽ ഹോർമോൺ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മുടെ ഉത്തരം, നോർ അഡ്രിനാലിൻ ആണ് എന്ത്, സർജിക്കൽ ഹോർമോൺ. അതുപോലെ നമ്മൾ ഭയപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, അഡ്രിനാലിൻ ആണ്. സോഡിയത്തെ കൺട്രോൾ ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ആൽഡോസ്റ്റിറോൺ ആണ്. അപ്പൊ ഇങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക. അപ്പൊ അത് പഠിച്ചു വെക്കാം. ഇനി ഇതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗമാണ് ഏത്, അഡിസൺസ് എന്ന് പറയുന്നത്. അഡിസൺസ് ആണ് ഇതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗം എന്ന് പറയുന്നത്. ഇനി കോർട്ടിസോള് കൂടുന്ന സമയത്ത് ഉണ്ടാവുന്ന രണ്ട് രോഗമാണ്. ഒന്ന് കുഷിൻസ് സിൻഡ്രോം. കുഷിൻസ് സിൻഡ്രോം എന്ന് പറയുന്നത് കോർട്ടിസോൾ കൂടുതലാവുമ്പോൾ ഉണ്ടാവുന്ന രോഗമാണ്. അതുപോലെ തന്നെ ആൽഡോസ്റ്റിറോൺ കൂടുതലാവുമ്പോൾ ഉണ്ടാവുന്ന രോഗമാണ് കോൺസ് സിൻഡ്രോം. ആൽഡോസ്റ്റിറോൺ കൂടുതലാവുമ്പോൾ ഉണ്ടാവുന്ന സിൻഡ്രോമാണ് കോൺസ് സിൻഡ്രോം. അതുപോലെ കോർട്ടിസോൾ കൂടുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്ത്, കുഷിൻസ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് രോഗങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. അപര്യാപ്തത രോഗം ചോദിച്ചാൽ അഡിസൺസ്. കോർട്ടിസോള് എടുത്തു പറയാണ്, കോർട്ടിസോള് കൂടുമ്പോൾ ഉണ്ടാവുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ കുഷിൻസ് സിൻഡ്രോം. അതുപോലെ ആൽഡോസ്റ്റിറോൺ കൂടുമ്പോൾ ഉണ്ടാവുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ കോൺസ് സിൻഡ്രോം ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അഡ്രിനൽ ഗ്രന്ഥിയെ പറ്റി പഠിക്കാനുള്ളത്. എല്ലാവരും പഠിച്ചു വെക്കുക. അപ്പോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും രോഗങ്ങളും ഒക്കെ പഠിച്ചു. ഇനി കുറച്ച് ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് മാത്രം ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കാം നമുക്ക്. തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി ആ പേരിൽ തന്നെയുണ്ട്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്, തൈമോസിൻ. തൈമസ് ഗ്രന്ഥി തൈമോസിൻ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് സെറട്ടോണിൻ, അതുപോലെ മെലട്ടോണിൻ. എന്താണ് പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്, സെറട്ടോണിൻ, അതുപോലെ തന്നെ മെലട്ടോണിൻ. ഇനി അണ്ഡാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. അതുപോലെ വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ടെസ്റ്റോസ്റ്റിറോൺ. വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ടെസ്റ്റോസ്റ്റിറോൺ. അണ്ഡാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. പീനിയൽ ഗ്രന്ഥി സെറട്ടോണിൻ, മെലട്ടോണിൻ. അതുപോലെ തൈമസ് ഗ്രന്ഥി തൈമോസിൻ. അപ്പൊ ഇത്രയും ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് നന്നായി പഠിക്കുക. ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ഒരു ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. രണ്ട് ടേം പഠിക്കാനുണ്ട്, വിറുലിസം അതുപോലെ തന്നെ ഗൈനക്കോമാസ്റ്റിയ. വിറുലിസം അതുപോലെ തന്നെ ഗൈനക്കോമാസ്റ്റിയ. അഡ്രീനൽ ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന മുഴയാണ് എന്തിനു കാരണം, ഈ വിറുലിസം, ഗൈനക്കോമാസ്റ്റിയ എന്നീ അവസ്ഥകൾക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, അഡ്രീനൽ ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന മുഴയാണ്. അപ്പൊ എക്സാമിന് എങ്ങനെ ചോദിക്കാം, വിറുലിസം അല്ലെങ്കിൽ ഗൈനക്കോമാസ്റ്റിയക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, അഡ്രീനൽ ഗ്രന്ഥിക്ക് ഉണ്ടാവുന്ന മുഴയാണ് എന്തിനു കാരണം, വിറുലിസം അല്ലെങ്കിൽ ഗൈനക്കോമാസ്റ്റിയക്ക് കാരണം. ഇനി എന്താണ് വിറുലിസം എന്ന് ചോദിച്ചാല്, ചില സ്ത്രീകളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, പുരുഷ സ്വഭാവം കാണാൻ പറ്റും. ചില സ്ത്രീകൾക്ക് എന്തുണ്ടാവും, സ്ത്രീകളുടെ രൂപമാണെങ്കിലും പുരുഷ സ്വഭാവം അവരിൽ പ്രകടമാകുന്നുണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥയാണ് എന്ത് പറയാ, വിറുലിസം എന്ന് പറയാം. അപ്പൊ ഗൈനക്കോമാസ്റ്റിയ എന്ന് വെച്ചാൽ എന്താണ്, നേരെ ഓപ്പോസിറ്റ്. ചില പുരുഷന്മാരിൽ എന്തുണ്ടാവും, സ്ത്രീകളുടെ സ്വഭാവം, സ്ത്രൈണത പ്രകടമായിട്ടുണ്ടാവും. സ്ത്രൈണത പ്രകടിപ്പിക്കുന്ന പുരുഷന്മാരുണ്ടാവും. അതിനെയാണ് എന്ത് പറയാ, ഗൈനക്കോമാസ്റ്റിയ. ആ അവസ്ഥയെ എന്ത് പറയും, ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയും. സ്ത്രീകളിൽ പുരുഷ സ്വഭാവം പ്രകടമാകുന്ന അവസ്ഥയാണ് എന്ത്, വിറുലിസം. അതുപോലെ തന്നെ പുരുഷന്മാരിൽ സ്ത്രൈണത പ്രകടമാക്കുന്നതിനാണ് എന്ത് പറയാ, ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയും. ഈ രണ്ട് അവസ്ഥയ്ക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, അഡ്രീനൽ ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന മുഴയാണ്. ഇനി മറ്റൊരു പോയിന്റ്, ഹങ്കർ ഹോർമോൺസ്. വിശപ്പിന് കാരണമാവുന്ന ഹോർമോൺസ് അഥവാ
ഹങ്കർ ഹോർമോൺസ് എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഗ്രലിൻ, അതുപോലെ തന്നെ ലെപ്റ്റിൻ. ഗ്രലിൻ അഥവാ ലെപ്റ്റിൻ, രണ്ട് ഹോർമോൺസ് ഉണ്ട്, ഗ്രലിനും ലെപ്റ്റിനും. എന്താണ് ഇവ അറിയപ്പെടുന്നത്? ഹങ്കർ ഹോർമോൺസ്, അല്ലെങ്കിൽ വിശപ്പിന് കാരണമായ ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഗ്രലിനും ലെപ്റ്റിനും. ഈ രണ്ട് ഹോർമോൺസ് ആണ് ഹങ്കർ ഹോർമോൺസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹോർമോണുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. ഗ്രന്ഥികൾ, ഹോർമോണുകൾ, അവയുടെ രോഗങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബയോളജിയിൽ എപ്പോഴും ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലും ഈ വീഡിയോ എത്താനായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം.